നമസ്കാരം. ജ്യോതിഷത്തിലെ അത്യപൂർവമായ മഹത്തായ ഒരു അറിവിലേക്ക് നമുക്കൊരു തീർത്ഥയാത്ര. ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായി വീഡിയോ ഇടാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോയും ഇട്ടില്ല. അതുകൊണ്ട് തന്നെ ചാനൽ തലകുത്തറ പോവുകയും ചെയ്തു. ഇനി കൃത്യമായിട്ട് വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രശ്നം പറഞ്ഞു തുടങ്ങി. പ്രശ്നം എന്ന ഈ ശാസ്ത്രശാഖയിൽ കൈവച്ചതോടുകൂടിയാണ് ആരും ആകെ പ്രശ്നങ്ങളിലായിപ്പോയി. അപ്പോൾ നമുക്ക് ചില കമൻസുകളിലേക്ക് പോയതിന് ശേഷം പ്രശ്നത്തിലോട്ട് തിരിച്ചു വരാം. രവി, ശുക്രൻ, ബുധൻ ഈ ഗ്രഹങ്ങൾ യോഗം ചെയ്ത് ഒരു ക്ഷേത്രത്തിൽ നിന്നാൽ പിതാവ് നേരത്തെ മരിച്ചു പോകുമോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു സംഗതി. 1, 2, 3 ഗ്രഹങ്ങളെ നോക്കി ജ്യോതിഷത്തിൽ ഒരു വർത്തമാനവും ഒരു നിഗമനത്തിലും എത്താൻ പറ്റുകയില്ല. രണ്ടാമത്, നമ്മുടെ രാശിചക്രത്തിലെ ആ പാറ്റേൺ അനുസരിച്ച് രവി നിൽക്കുന്ന രാശിയിലോ അതിൻ്റെ തൊട്ടപ്പുറത്തോ ഇപ്പുറത്തോ ബുധനും 2 രാശിക്ക് അപ്പുറം ശുക്രനും സഞ്ചരിക്കാറില്ല. ഏകദേശം ഒരുമിച്ച ഇവരുടെ യാത്ര. മിക്കവാറും ഈ ഗ്രഹങ്ങൾ 3 കൂടെ യോഗം ചെയ്ത് നിൽപ്പുണ്ടാവാം. അപ്പോൾ എത്രയോ കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നു. അവരുടെയൊക്കെ പിതാവ് നേരത്തെ മരിച്ചു പോകുന്നുണ്ടോ? ഇത് അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കുക. അടുത്ത, ജ്യോതിഷ സോഫ്റ്റ്വെയർ നല്ലത് ഏതാ? അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏകദേശം എല്ലാം കുഴപ്പമില്ലാത്ത ഇത് തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. പക്ഷെ ഞാനൊരു സോഫ്റ്റ്വെയറിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അടുത്ത്, താങ്കൾ വിവരങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞ നുണ ഇവിടെ വിളമ്പരുതായിരുന്നു. ഞാൻ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വർത്തമാനത്തിലാണ് ഈ പ്രതികരണം വന്നിരിക്കുന്നു. ഞാൻ ഒരു പക്ഷവും ചേർന്ന് സംസാരിക്കുന്ന ആളല്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ മതത്തിൻ്റെ ഭാഗമായിട്ടൊന്നോ ഏതെങ്കിലും സംഘടനയുടെ പിൻബലം പറ്റി വർത്തമാനം പറയുന്നവനല്ല. സത്യം എനിക്ക് ബോധ്യമാകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കും. അടുത്ത് ഇംഗ്ലീഷിലാണ്, മംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ വായിക്കില്ല. 7ാം ഭാവാധിപൻ ചൊവ്വ അഷ്ടമത്തിൽ നിന്നാൽ ദോഷമുണ്ട്. 3ഉം 6ഉം ഭാവാധിപനായ ലഗ്നത്തിൽ നിന്നുകൊണ്ട് 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഗ്രഹനില പൂർണ്ണമാക്കാതെ ഇത് പറയാൻ സാധ്യമല്ല. 7ാം ഭാവാധിപൻ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്നു. അപ്പോൾ തുലാ ലഗ്നമായിരിക്കും. 3ഉം 6ഉം ഭാവാധിപൻ ആയ വ്യാഴൻ ലഗ്നത്തിൽ നിന്നുകൊണ്ട് 7ലോട്ട് ദൃഷ്ടി ചെയ്യുന്നു. വ്യാഴൻ ദിഗ്ബലത്തിലൂടെ ആണ് നിൽക്കുന്നത്. നല്ലതാണ്. 7ാം ഭാവാധിപൻ 8ൽ നിന്നാൽ ചൊവ്വ നിന്നാൽ ഒരു ദോഷസൂചനയാണ്. ഇവിടെ ശുഭസൂചനയുണ്ട്, ദോഷസൂചനയുണ്ട്. മിശ്രണം ചെയ്ത് ചിന്തിക്കണം. ഇവിടെ വീണ്ടും വേറൊരു ഗ്രഹനില അപൂർണമായി വിവരിച്ചിട്ടുണ്ട്. അപൂർണത ഉള്ളതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. ചേട്ടാ, പുനർജന്മം എങ്ങനെ ജ്യോതിഷം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും? ഈ കഴിഞ്ഞ ജന്മം നമ്മൾ എവിടെയായിരുന്നു, ആരായിരുന്നു എന്നും അടുത്ത് വരാനിരിക്കുന്ന ജന്മം എന്താണെന്നും നമുക്ക് ഒരെത്തും പിടിയും ഇല്ലാത്ത സംഗതിയാണ്. ചില സങ്കല്പങ്ങൾ മാത്രമേ നമുക്ക് പ്രദാനം ചെയ്ത് കിട്ടിയിട്ടുള്ളൂ. വ്യക്തമായ രൂപരേഖയില്ല. എന്നാലും ജ്യോതിഷത്തിൽ വരും ജന്മം 5ാം ഭാവം കൊണ്ടും പൂർവ്വജന്മം 9ാം ഭാവം കൊണ്ടും ചിന്തിക്കണം എന്നാ പറയുക. അത്രയേ ഉള്ളൂ. ശനി ദശയുടെ അവസാനം വ്യാഴത്തിൻ്റെ അപകാരത്തിൽ ആന കിട്ടും, ചേന കിട്ടും എന്നൊക്കെ പറയുന്നു. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ? ആ ചോദ്യത്തിൻ്റെ ആ രസികത്വം നമ്മൾ ഹ്യൂമർ എവിടെ കണ്ടാലും ആസ്വദിക്കണമല്ലോ. ഭയങ്കര രസകരമായ ചോദ്യമാണ്. ഞാൻ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ ദശ എന്ന് പറയുന്നത് ചന്ദ്രസ്ഫുടവുമായി ബന്ധപ്പെട്ട ഒരു കണക്കാണ്. നക്ഷത്രം പോലെ ഒരു മനുഷ്യായുസിനെ 120 വർഷമായി ഭാഗിച്ച ശേഷം ഓരോ ഗ്രഹങ്ങൾക്ക്, അതും ഗ്രഹങ്ങളല്ലാത്ത രാഹുവിനെയും കേതുവിനെയും ഗ്രഹങ്ങളാക്കി 9 പേർക്കുമായി വിഭജിച്ചു നൽകി.
അത് വിംശോത്തരി ദശാസമ്പ്രദായം. വിംശോത്തരി ദശക്ക് പോയിട്ട് 10-22ഓളം വ്യത്യസ്തങ്ങളായ മറ്റ് ദശാസമ്പ്രദായങ്ങളുണ്ട്. ഒന്നും നടക്കുകയില്ല. ശാസ്ത്രീയമായി ജ്യോതിഷം പറയുന്നു എന്ന് അവകാശപ്പെടുന്നവർ പോലും ദശയുടെയും അപഹാരത്തിൻ്റെയും പിന്നിലോട്ട് പോകുന്നു. ഇല്ല, ദശയിൽ കാര്യമല്ല. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ജന്മസമയം കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചു നിൽക്കുന്ന ഒരു രാശിയുണ്ട്. അതിനെ ലഗ്നം എന്ന് പറയും. ലഗ്നാൽ 12 ഭാവങ്ങളിൽ നിൽക്കുന്ന നോക്കുന്ന ഗ്രഹങ്ങൾ, 12 ഭാവങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ, അവയുമായി ബന്ധപ്പെട്ട് ഗ്രഹങ്ങൾ വീണ്ടും ചലിച്ചുകൊണ്ടിരിക്കുന്നു. ജാതകത്തിൽ നിന്നും ചാരവശാൽ ഗ്രഹങ്ങളുടെ സഞ്ചാരപഥം നോക്കിയാണ് ഒരാളുടെ ജീവിത യാത്ര അനുഭവങ്ങൾ തീരുമാനിക്കപ്പെടുക. അത്ര തന്നെ. അഞ്ചിൽ ശുക്രനാണ്. 64 വയസ്സായി, കല്യാണം കഴിച്ചിട്ടില്ല. 5ൽ ശുക്രൻ കല്യാണം കഴിക്കാത്തത് അങ്ങയുടെ കയ്യിലിരിപ്പ്. അതിന് വേറെ കാരണങ്ങൾ കാണും. ഒരു ഗ്രഹത്തെ നോക്കി ഒന്നും പറയാൻ പറ്റില്ല. അടുത്ത്, ജ്യോതിഷത്തിൽ ഭാവി പറയാൻ കഴിയുന്ന ഒരാൾ പോലും ഇല്ല. അതാണ് സത്യം എന്ന് പറഞ്ഞ് ഈ ജ്യോതിഷം മനസ്സിലാക്കി പറയുന്ന ആളുകളുടെ തെറ്റ് ജ്യോതിഷത്തിൻ്റെ പുറത്ത് മണ്ടയ്ക്ക് കൊണ്ടുവച്ച് കൊടുക്കരുത്. ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്. അത് കൃത്യതയോടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ പറയാം. എന്നാലും 100 മില്ലിമീറ്റർ കൃത്യത കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പറയാൻ കഴിവില്ലാത്ത ആൾക്കാർ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു ശാസ്ത്രം അല്ലാതാകുന്നില്ല. അടുത്ത ഒരു ഗ്രഹനിലയിലെ 5 ഗ്രഹങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ചിങ്ങലഗ്നം, 3ൽ കുജൻ, 9ൽ ശുക്രൻ, രവി, ഗുരു, ബുധൻ, 8ല് ശനിയും ചന്ദ്രനെ പറഞ്ഞിട്ടില്ല. മാന്തിയും രാഹു കേതുക്കളും എവിടെയൊക്കെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ BDS 2ാം വർഷം പഠിക്കുന്നു. വിദ്യയെക്കുറിച്ചൊന്ന് പറയുമോ? വിലയേറിയ വാക്കുകൾ പ്രതീക്ഷിക്കുന്നു. വിദ്യയെക്കുറിച്ച് പറയാനാണ് പറഞ്ഞത്. വിദ്യയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2ലോട്ട് കിടക്കണം. 2ാം ഭാവപതി ഡെസ്ട്രിമെന്റിലാണ്, നീചത്തിലാണ്, 8ലുമാണ് എന്ന് പറഞ്ഞ് വിദ്യ കിട്ടാതിരിക്കും. 2ാം ഭാവപതിക്ക് 2മായി ബന്ധമുണ്ട്. 8ാം ഭാവപതിയുമായി യോഗം ചെയ്ത് നിൽക്കുക. നിപുണ യോഗമുണ്ട്. ഗുണദോഷ സമ്മിശ്രമാണ്. 2ാം ഭാവത്തിന് നിരവധി ഗ്രഹങ്ങളുടെ ബന്ധം. ഒന്നിലധികം വിദ്യ കിട്ടാം. ശുക്രനും കുജനും തമ്മിൽ പരിവർത്തനം ഒരു നല്ലൊരു സംഗതിയാണ്. ശുക്രന്റെ രാശിയിൽ കുജൻ നിൽക്കുന്നു, കുജന്റെ രാശിയിൽ ശുക്രൻ നിൽക്കുന്നു. അതൊരു ബന്ധമാണ്. ശുക്രന് 9 നല്ലതാണ് എന്ന് മാത്രമല്ല 10നും ഗ്രഹബന്ധമുണ്ട്. ഈ നിൽക്കുന്ന രാശിയിൽ നിന്ന് കുജന് 7ലോട്ടും 8ലോട്ടുമുള്ള ദൃഷ്ടി 10ലേക്ക്. 10ാം ഭാവപതി 9. ഇങ്ങനെയൊക്കെ നല്ല ബന്ധങ്ങളാണ്. അടുത്ത് കന്നി ലഗ്നം, 9ൽ ഗുരു, ശനി, 10ൽ സൂര്യൻ, ബുധൻ, ചൊവ്വ, ശുക്രൻ, 11ൽ ചന്ദ്രൻ. സർക്കാർ ജോബ് ലഭിക്കുമോ? ഒന്ന് പറഞ്ഞു തരാമോ? കുറേ ആയി ചോദിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ വിട്ടുപോയി. നോക്കൂ, അത്യധികം ബലവുറ്റ ഒരു ജാതകമാണ് ഈ ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ കാണുമ്പോൾ നമുക്ക് തോന്നുക. 10ൽ രവി കുജ ബന്ധം വന്നാൽ 10ൽ ദിഗ്ബലത്തോടുകൂടി രവിയും കുജനും, ലഗ്നാധിപൻ സ്വക്ഷേത്ര ബലവാനായി ഭദ്രായോഗം പ്രതിനിധാനം ചെയ്തു നിൽക്കുന്നു. ശുക്രനുണ്ട്, 9ാം ഭാവപതിയുണ്ട്, ലഗ്നാധിപനുണ്ട്, ചൊവ്വയുണ്ട്, രവി. 10ന് അസാധ്യമായ ബന്ധം. ലഗ്നത്തിനും ബലമുണ്ട്. ലഗ്നത്തിലേക്ക് ഗുരുവിന്റെ ദൃഷ്ടി. 11 എല്ലാ ഗ്രഹങ്ങൾക്കും നല്ലതാണ്. ചന്ദ്രന് ഈ 11 നല്ലത് എന്ന് മാത്രമല്ല, സ്വക്ഷേത്ര ബലവാൻ. 11ാം ഭാവപതി 11. ഒരു ജോലിയല്ല, വ്യത്യസ്തങ്ങളായ പഠിച്ചതുമായി ബന്ധപ്പെട്ട് സർക്കാർ ജോലി കിട്ടും. ഇയാൾ കൂടെ പരിശ്രമിച്ചാൽ ഒരു 4 ഗ്രഹങ്ങളോ അതിലധികം ഗ്രഹങ്ങളോ നിന്നാൽ
ഒരു പ്രവർജ്യ യോഗം, ഒരു സന്യാസ യോഗം എന്നാണ് പറയുന്നത്. പക്ഷേ അതല്ല. പത്തിലല്ല, ഏത് ഭാവവുമായി ബന്ധപ്പെട്ട് നിന്നാണ്. പ്രത്യേകിച്ച് 10 അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവ് തൊഴിൽ മേഖലകളിൽ ഉണ്ടാകാം. കേട്ടിട്ടില്ലേ, IAS ഒക്കെ എടുത്ത് ഉദ്യോഗസ്ഥനായിരിക്കുന്ന മികച്ച പ്രതിഭകൾ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് എന്നതുപോലെ തൊഴിൽപരമായ ചേഞ്ച് ഉണ്ടാകാം. ഇതിലേറ്റവും ബലമുള്ള ഗ്രഹം ഏത്? എല്ലാ ഗ്രഹത്തിനും ബലമുണ്ട്. ലഗ്നാധിപനായ ബുധനാണ് ഏറ്റവും കരുത്തുറ്റ ബലം. അപ്പോൾ ബുധന് കാരകത്വമുള്ള മേഖലകളിൽ പ്രവേശിക്കുക, ധൈര്യമായി പഠിച്ചുകൊള്ളുക. അടുത്ത ഒരു ചോദ്യം വന്നിരിക്കുന്നത് സ്ത്രീക്ക് വിവാഹകാരകൻ ആര് എന്നുള്ളതാണ്. പൊതുവിൽ വിവാഹകാരകൻ ശുക്രനാണ്, ഭാര്യാകാരകൻ ശുക്രനാണ്, ഭർത്തൃകാരകൻ ഗുരുവാണ്. ഇങ്ങനെ മനസ്സിലാക്കി വെച്ചേക്കുക. സ്ത്രീ ജാതകത്തിൽ ഗുരുവിൻ്റെ പൊസിഷനൊക്കെ നോക്കേണ്ടി വരും. പുരുഷ ജാതകത്തിൽ ശുക്രൻ്റെ പൊസിഷനും നോക്കേണ്ടി വരും. രണ്ടുപേർക്കും 2 ഗ്രഹങ്ങളും തുല്യ അപകട അവസ്ഥയിലാണെങ്കിൽ ആ ബന്ധം യോജിപ്പിക്കരുത്. മറ്റ് പല കാര്യങ്ങളും നോക്കുന്ന കൂട്ടത്തിൽ ഇത് നോക്കും എന്നേ ഉള്ളൂ. അടുത്ത് പ്രശ്നം എന്ന മഹത്തായ ആ അറിവിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. കാരണം വലിയ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഭകൾ നമ്മളെപ്പോലുള്ള കൊച്ചു ചാനലിൽ ഇങ്ങനെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു പരിഹാസം തോന്നും. അവരുടെ ആ പൊസിഷനിലിരുന്ന് താഴ്പോട്ട് നോക്കുമ്പോൾ ഉള്ളൊരു പരിഹാസമാണ്. അവർ പറയും, ഞാൻ ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയത് ഞാൻ ആരോടും അപേക്ഷിച്ചിട്ട് അല്ല, എനിക്ക് സ്വയമേ കിട്ടിയതാണ്. ആയിരിക്കാം. പക്ഷേ ഞാൻ സബ്സ്ക്രൈബ് ചോദിക്കുന്നത് ഒരു മാനക്കേടായിട്ട് കരുതുന്നുമില്ല. സബ്സ്ക്രൈബ് ചോദിക്കാത്തത് ഒരു മികവായിട്ടും കാണുന്നില്ല. ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും, ആക്ഷേപിക്കുന്നവർ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കട്ടെ. ഇനി പ്രശ്നത്തെപ്പറ്റി ഞാൻ 3-4 എപ്പിസോഡ് ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഒരു വീഡിയോ പിടിച്ച് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ കാണില്ല. ആ എഡിറ്റ് ചെയ്ത് വന്ന് ആ ഒരു കാഴ്ചയേ ഉണ്ടാകും. കാരണം ഒരു സങ്കല്പം വച്ചിട്ടുള്ളത്, ഈ ദേവശില്പങ്ങൾ പണിയുന്ന ശില്പിമാർ കണ്ണ് കീറുക, അവസാനത്തെ പണിയാണ് കണ്ണ് കീറുക എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പോൾ കണ്ണ് കീറിക്കഴിഞ്ഞാൽ ആ വിഗ്രഹത്തിന് മുന്നിൽ ആ ശില്പി നിൽക്കാൻ പാടില്ല. പിന്നെ ആ ശില്പത്തിന് മുന്നിൽ ഒരിക്കലും ആ ശില്പിക്ക് അവകാശമില്ല. കാരണം ശില്പം ഉണ്ടാക്കിയ ആളാ ദൈവത്തെക്കാൾ മഹത്വമായി പോകും എന്ന ഒരു സങ്കല്പമായിരിക്കും. അതെന്തോ ആയിക്കൊണ്ടുപോട്ടെ. ഞാൻ എൻ്റെ ചാനലിലൂടെയോ മറ്റൊരാളിൻ്റെ മൊബൈലിലൂടെയോ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കാണില്ല. അപ്ലോഡ് ചെയ്ത ശേഷം കമൻസൊക്കെ വായിക്കുന്നത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 3-4 എപ്പിസോഡുകളായി പുറത്ത് വിട്ട് ആഴ്ച തോറും ഇങ്ങനെ മുടങ്ങാതെ വന്നിരുന്നുവെങ്കിൽ എനിക്കൊരു കണ്ടിന്യൂഷൻ കിട്ടുമായിരുന്നു. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരാളിന് ഒരു കാര്യം അറിയണം, അയാൾക്ക് ജോലി കിട്ടും, അയാളുടെ പ്രശ്നം. ആ പറയുന്ന നിമിഷത്തെ ലഗ്നസ്ഫുടം അല്ലെങ്കിൽ ഗ്രഹനില എടുത്ത് ആ ലഗ്നവുമായി ബന്ധപ്പെട്ട് ഗ്രഹനിലയുടെ പൊസിഷൻ നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയും. ജാതകം നോക്കുന്നത് പോലെയല്ല, അല്പ വ്യത്യാസമുണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇല്ലാത്തത് ഉണ്ട് എന്നും ഉള്ളത് ഇല്ലാത്തത് എന്ന് തോന്നിക്കുന്ന മായകളായ രാഹുകേതുക്കളും ശനിയുടെ ജീർണതയെ സൂചിപ്പിക്കുന്ന മാന്തിയും ഇതിൽ പരിഗണിക്കാറുണ്ട് പ്രശ്നത്തിൽ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ബാധകാധിപൻ, അങ്ങനെയൊക്കെ ഉള്ള സംഗതികൾ ഇതിൽ പരിഗണിക്കും. ഒരു കാര്യം കൂടെ
പഞ്ചാംഗ ശുദ്ധി കൂടെ ഇതിന് പരിഗണിക്കേണ്ടതുണ്ട്. എന്താണ് പഞ്ചാംഗം? ദിവസം, തിഥി, കരണം, നക്ഷത്രം, നിത്യയോഗം എന്നീ സംഗതികൾ. ഇതിൽ ദിവസം എന്ന് പറയുന്ന സംഗതി അത് ഭൂമിയുടെ കറക്കവും സൂര്യനഭിമുഖമായ ഭൂമിയുടെ കറക്കവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. 24 മണിക്കൂർ കൊണ്ട് ഒരു വട്ടം ഭൂമി സൂര്യനഭിമുഖമായി ചുറ്റുമ്പോൾ രാത്രിയും പകലും സന്ധ്യയുമായി വിവിധങ്ങളായ ഒരു ദിവസം സമയവിശേഷങ്ങൾ നമുക്ക് പ്രദാനം ചെയ്ത് കിട്ടുന്നു. ഇരുട്ട് കിട്ടുന്നു, വെളിച്ചം കിട്ടുന്നു, ഉഷസ്സാകുന്നു, ഇങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായ സംഗതികൾ. മറ്റ് 4 അംഗങ്ങൾ, നക്ഷത്രം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ സ്ഫുടവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പം ചന്ദ്രൻ എവിടെ നിൽക്കുന്നു? ചന്ദ്രസ്ഫുടം നോക്കിയാൽ നക്ഷത്രം അറിയാം. ചന്ദ്രസ്ഫുടം 4 രാശി 10 ഡിഗ്രി എന്ന് കിട്ടിയാൽ ഇതിപ്പം 1, 2, 3, 4 രാശി എന്ന് പറഞ്ഞാൽ 4 രാശി കഴിഞ്ഞു. ചിങ്ങൻ രാശിയിൽ 10 ഡിഗ്രിയിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. മകം നക്ഷത്രം എന്ന് പറയുന്നു. അതുപോലെയാണ് നക്ഷത്രം കണ്ടുപിടിക്കുക. ഒരു ദിവസം ഏകദേശം നിൽക്കുക. അപ്പോൾ ഈ 27 നക്ഷത്രങ്ങളിൽ 16 ഊൺ നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് പറയുക മുഹൂർത്തങ്ങൾക്ക് എടുക്കുന്ന. ആ ഊൺ നക്ഷത്രങ്ങൾ ഏതെങ്കിലും ആയിരുന്നാൽ നല്ലത്. അപ്പോൾ ശുഭനക്ഷത്രങ്ങളാണെങ്കിൽ അത് നല്ലതായി പറയപ്പെടുന്നു. ചെയ്ത ദോഷം തീർന്നിരിക്കുന്നു എന്നാണ്. നല്ല ഈ പ്രശ്നം വെക്കുന്ന സമയം നല്ല ശുഭനക്ഷത്രങ്ങളാണെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന ദോഷം തീർന്നിരിക്കുന്നു എന്നൊരു സൂചന നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ ശുഭവാരം, ഞായർ, ശനി, ചൊവ്വ, ഈ 3 ദിവസങ്ങളെ നിയന്ത്രിക്കുന്നത് പാപഗ്രഹങ്ങളാണ്. ചൊവ്വാഴ്ച ചൊവ്വയും, ഞായറാഴ്ച രവിയും, ശനിയാഴ്ച ശനിയും. അപ്പോൾ അത് ശുഭവാരങ്ങൾ അല്ല എന്നാണ് പറയുന്നത്. ബാക്കി ശുഭവാരങ്ങൾ ആണെങ്കിൽ, ശുഭഗ്രഹങ്ങളുടെ ആധിപത്യമുള്ള ദിവസമാണെങ്കിൽ അത് നല്ലതാണെന്ന് പറയപ്പെടുന്നു. ചൈതന്യം ഉണ്ടാകും, ദീർഘായുസ്, ഇതൊക്കെ പറയുക ശുഭവാരത്തിന്. ആ പ്രശ്നം നന്നായിരിക്കും എന്നാ പറയുക. 27 നക്ഷത്രങ്ങൾ പോലെ 27 നിത്യയോഗങ്ങളുമുണ്ട്. അതിലും നല്ലതും പൊല്ലാത്തതുമായ നിത്യയോഗങ്ങളുണ്ട്. നല്ല നിത്യയോഗമാണെങ്കിൽ ചെയ്ത ദോഷം തീർന്നിരിക്കുന്നു, ശുഭത്വം പറയുന്നു. അതുപോലെ തന്നെ ഇനി നിത്യയോഗം, ദിവസം, നക്ഷത്രം നല്ലതായിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് ഉള്ള 2 സംഗതികളാണ് തിഥി. അത് സൂര്യചന്ദ്ര ബന്ധമാണ്. ഇതിലും നല്ല തിഥികളുമുണ്ട്, പൊല്ലാത്ത തിഥികളുമുണ്ട്. ഇതിൽ നല്ല തിഥിയാണെങ്കിൽ ഐശ്വര്യം ഉണ്ടായിരിക്കും എന്നാ പറയുക. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരൻ ഉള്ള അവസ്ഥ, അതാണ് ഐശ്വര്യം. നല്ല തിഥിയിലും, അതും ഒരു തിഥിയുടെ പകുതി കരണം, ആ കരണത്തിലും ശുഭത്വം ഉണ്ടെങ്കിൽ, അങ്ങനെ ഈ പഞ്ചാംഗ ശുദ്ധി ഈ പ്രശ്നം വെക്കുന്ന സമയം ഈ സമയവിശേഷത്തിലുണ്ടെങ്കിൽ അത് ആ പ്രശ്നവുമായിട്ട് വരുന്ന ആളിന് നല്ലൊരു ആ പ്രശ്നം വിജയിക്കും എന്നാ പറയുക. അതുപോലെ നമ്മൾ മുഹൂർത്ത വിഷയം നോക്കുമ്പോൾ ആർക്കാണോ മുഹൂർത്തം നോക്കുന്നത് കർത്താവെന്ന് പറയും. അയാളുടെ കർത്തൃദോഷങ്ങൾ നോക്കാറ് ഉണ്ടല്ലോ. 3, 5, 7 നക്ഷത്രങ്ങൾ പാടില്ല, 7, 8 രാശിക്കൂർ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് കർത്തൃദോഷങ്ങളെന്ന് പറഞ്ഞുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുൻ എപ്പിസോഡ് കാണുക. അപ്പോൾ ഇതിലും ആരാണോ പ്രശ്നമായി വരുന്നത് അയാളുടെ കർത്തൃദോഷങ്ങൾ നോക്കണം. കർത്തൃദോഷം ഉണ്ടെങ്കിലും കുഴപ്പമാണ്. അപ്പോൾ ഇതെല്ലാം നോക്കിയതിന് ശേഷം ഗ്രഹനിലയിൽ ആ സമയവിശേഷം, അതായത് നേരത്തെ ആ പ്രശ്നം അയാൾ പറയുമ്പോഴുള്ള ആ ഗ്രഹനില എടുത്ത് ഈ പ്രശ്നം എങ്ങനെ ചിന്തിക്കണം എന്നുള്ള ആ മട്ടിൽ ബാധകാധിപനെയും മറ്റ് സംഗതികളും ഇത് ജാതകം നോക്കുന്നതിൽ നിന്ന് ഒരല്പ വ്യത്യാസമുണ്ട്. അതുമൊക്കെ നോക്കി ഒരു ദൈവജ്ഞൻ ഒരു നിഗമനത്തിലെത്തുക. പല പ്രശ്നങ്ങളുമായി വരാമല്ലോ. തൊഴിൽ പ്രശ്നം, വിവാഹ പ്രശ്നം, അതായത് നാട് വിട്ടു പോകുന്ന പ്രശ്നങ്ങൾ, പലവിധ പ്രശ്നങ്ങളും അറിയാമല്ലോ, ഈ രോഗാവസ്ഥകൾ. അപ്പോൾ അത് ഒരു ദൈവജ്ഞന് ഇതിൽ നിന്ന് അതിൻ്റെ ഉത്തരം ഊഹിച്ചെടുക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. കഴിയണം. ഈ സമയവിശേഷമൊക്കെ നമുക്ക് മുഹൂർത്തം തിരഞ്ഞെടുക്കുന്നത് പോലെ ഈ എല്ലാം തികഞ്ഞ ഒരു സമയം, ശുഭത്വം നിറഞ്ഞ സമയം ഒരു ദൈവജ്ഞനെ കണ്ട് പ്രശ്നം വയ്ക്കുന്നതിൽ അർത്ഥമില്ല.
ഇത് ജനുവിനായിട്ട് വരേണ്ടതാണ്. അതായത് ജ്യോത്സ്യന്മാരാണ് പ്രശ്നം വെക്കാൻ പോവുകയാണെങ്കിൽ ഇവന് ഈ സമയവിശേഷം അറിയാമല്ലോ, നല്ലതും പൊല്ലാത്തതുമായ, അത് നോക്കി പിടിച്ചു പോകും. അർത്ഥമല്ല. ജനുവിനായിട്ട് നമ്മുടെ കാതുകളിലേക്ക് എത്തുന്ന ആ സമയത്ത് ഈ ഗ്രഹനിലയും സമയവിശേഷങ്ങളും എടുക്കണം, അല്ലാതെ തിരഞ്ഞു പിടിച്ചല്ല വരേണ്ടത്. വിളിച്ചു ചോദിക്കുന്ന സമയത്തിനൊക്കെ വളരെ പ്രസക്തിയുണ്ട്. അപ്പോൾ അങ്ങനെ ആണ്, അല്ലാതെ ഈ നല്ല സമയവിശേഷം കണ്ടുപിടിച്ച് നമ്മൾ പഞ്ചാംഗമൊക്കെ നോക്കി കണ്ടുപിടിച്ച് പ്രശ്നം വെക്കുന്നതിൽ അർത്ഥമില്ല. ജനുവിനായിട്ട് നമുക്ക് ദിവസം തിഥി കാരണം ഇതൊന്നും അറിയില്ല, സമയവിശേഷം അറിയില്ല, ഒരാളിനോടൊരു കാര്യം ചോദിക്കണമെന്ന് തോന്നി അങ്ങ് ചോദിക്കുന്നു. ആ സമയത്തെ സമയവിശേഷം ദൈവജ്ഞനെടുത്ത് നമുക്ക് ഉത്തരം തരും. അടുത്ത് ഞാൻ ഈയിടെയായിട്ട് ഈ മട്ടിൽ, കബഡിയിലല്ലാതെ ഈ മട്ടിൽ ഒരു പ്രശ്നം കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് 1 or 2 എപ്പിസോഡ് അടുത്ത ആഴ്ച ഒരു പ്രശ്നം നമുക്ക് കൈകാര്യം ചെയ്യാം. അത് ചെയ്ത ശേഷം നമുക്ക് സാധാ ജ്യോതിഷ പഠനത്തിലേക്ക് പ്രശ്നം പിന്നെ നമുക്ക് ഒരു എടുത്തിടാം. 1 or 2 എപ്പിസോഡുകൾ പ്രശ്നം ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ലൈക്കിന് വേണ്ടി വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നന്ദി.